Once again, all of you, welcome back to my YouTube channel. So today we are going to discuss about the topic double displacement reaction. Okay, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. So today നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? Double displacement reaction. So in our previous classes we discussed about displacement reaction. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് displacement reaction ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് double displacement reaction എന്നതിനെ പറ്റിയിട്ട് ആണ്. Okay, so I think all of you have the idea about the topic displacement reaction. അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. വാട്ട്സ് ദ ജനറൽ ഇക്വേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ജനറൽ ഇക്വേഷൻ? എ ബി പ്ലസ് സി ഗീവ്സ് സി ബി പ്ലസ് എ. അല്ലെ, അതായിരുന്നു എന്തിന്റെ ജനറൽ ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബി പ്ലസ് സി ഗീവ്സ് സി ബി പ്ലസ് എ ആണല്ലോ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക് double displacement reaction. So that one is single displacement reaction, but this double displacement reaction. So today is our topic double displacement reaction. Then the reaction in which two compounds exchange their ions. So you note the point, exchange their ions. Okay, so two compounds exchange their ions to form two new substances. Okay, the reaction in which two compounds exchange their ions. Two compounds exchange their ions to form two new substances are called double displacement reaction. So in this reaction, two compounds exchange their ions. Two compounds exchange their ions and to form two new substances are called ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇപ്പം രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ രണ്ട് കോമ്പൗണ്ട്സിലെയും അയോൺസിനെ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു എങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ടു കോമ്പൗണ്ട്സ് എക്സ്ചേഞ്ച് ദെയർ അയോൺസ് ടു ഫോം ടു ന്യൂ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. Then the general equation of double displacement reaction AB plus CD gives AD plus CB. So AB എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പൗണ്ട് ആണ്. സിഡിയും എന്താണ്? കോമ്പൗണ്ട് ആണ്. മീൻസ് രണ്ട് എലമെന്റ്സ് വീതം അതിനകത്തുണ്ട്. കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് നമ്മൾ എന്തെന്ന് പറയും? കോമ്പൗണ്ട് എന്ന് പറയുന്നു. സോ എ ബി ഈസ് ദ ഫസ്റ്റ് കോമ്പൗണ്ട് ആൻഡ് സി ഡി ഈസ് ദ സെക്കൻഡ് കോമ്പൗണ്ട് ആൻഡ് ദേ എക്സ്ചേഞ്ച് ദെയർ അയോൺസ്. ഇവിടെ രണ്ട് അയോൺസ് ഉണ്ട്. എ എന്നൊരു അയോണും ഉണ്ട്, ബി എന്നൊരു അയോണും ഉണ്ട്. അയോൺസ് മീൻസ് എന്താണ്? ചാർജ്ഡ് സ്പീഷീസ് ആർ നോൺ ആസ് അയോൺസ്. അല്ലെ, അയോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചാർജ് ഉള്ള സ്പീഷീസിന് നമ്മൾ എന്താന്ന് പറയുന്നത്? അയോൺസ് എന്ന് പറയുന്നത്. അപ്പം എ ബി എന്നതിൽ എയുടെ ചാർജ് എന്തായിരിക്കണം? പോസിറ്റീവും ബിയുടെ ചാർജ് നെഗറ്റീവും. സി ഡി എന്നതിൽ സിയുടെ ചാർജ് പോസിറ്റീവും ഡിയുടെ ചാർജ് നെഗറ്റീവും. ഒരിക്കലും സെയിം ചാർജുകൾ തങ്ങളിൽ എന്ത് ചെയ്യില്ല? അട്രാക്ട് ചെയ്യില്ല. സെയിം ചാർജസ് തങ്ങളിൽ റിപ്പലും ഓപ്പോസിറ്റ് ചാർജസ് ആണ് എന്ത് ചെയ്യുന്നത്? അട്രാക്റ്റും ചെയ്യുന്നത്. അപ്പം എ ബി എന്നതിനകത്ത് എക്ക് പോസിറ്റീവ് ചാർജും സി ഡി എന്നതിനകത്ത് ഡിക്കാണ് എന്ത്? നെഗറ്റീവ് ചാർജ്. അപ്പൊ അവര് തങ്ങളിൽ വേണം എന്ത് ചെയ്യാൻ? കമ്പൈൻ ചെയ്യാൻ. അപ്പൊ എന്ത് കിട്ടുന്നു? എ ഡി മീൻസ് എക്ക് പോസിറ്റീവ് ചാർജും ഡിക്ക് നെഗറ്റീവ് ചാർജും. ദെൻ സി ഡി എന്ന് പറയുമ്പോൾ സിയുടെ ചാർജ് എന്താണ്? പോസിറ്റീവ്, ബിയുടെ ചാർജ് നെഗറ്റീവ്. അപ്പൊ എന്ത് കിട്ടും? സി ബി മീൻസ് സിക്ക് പോസിറ്റീവ് ചാർജ്, ബിക്ക് നെഗറ്റീവ് ചാർജ്. അപ്പം രണ്ട് കോമ്പൗണ്ട്സ് അവരുടെ അയോൺസിനെ തങ്ങളിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന റിയാക്ഷൻ ആണ് എന്ത്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. General equation AB plus CD gives AD plus CB. AB എന്നതിനകത്ത് എക്ക് പോസിറ്റീവ് ചാർജും ബിക്ക് നെഗറ്റീവ് ചാർജും. ചാർജ് സ്പീഷീസിനെ നമ്മൾ അയോൺസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ എന്തെന്നാ പറയുന്നത്? കാറ്റയോൺസ് എന്നും നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ ആനിയോൺസ് എന്നുമാണ് പറയുന്നത്. സോ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്ത് രണ്ട് കോമ്പൗണ്ട്സിലെ അയോൺസിനെ തങ്ങളിൽ എക്സ്ചേഞ്ച് ചെയ്ത് രണ്ട് പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടാകുവാണെങ്കിൽ ആ റിയാക്ഷൻ നമുക്ക് പറയാം ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ജനറൽ ഇക്വേഷൻ എ ബി പ്ലസ് സി ഡി ഗിവ്സ് എ ഡി പ്ലസ് സി ബി. ഓക്കെ, ദെൻ നമുക്ക്
നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് ആ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നൊരു പോർഷനിൽ തന്നെ തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ്. നമുക്ക് രണ്ട് സൊല്യൂഷൻ വേണം. ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോഡിയം സൾഫേറ്റിന്റെ സൊല്യൂഷനും സെക്കൻഡ് ബേരിയം ക്ലോറൈഡിന്റെ സൊല്യൂഷനും. ഫസ്റ്റ് സൊല്യൂഷൻ എന്താണ്? സോഡിയം സൾഫേറ്റ് Na2SO4 എന്ന് വെച്ചാൽ സോഡിയം സൾഫേറ്റ് റിയാക്ട്സ് വിത്ത് ബേരിയം ക്ലോറൈഡ്. ഫസ്റ്റ് നമ്മൾ രണ്ട് ടെസ്റ്റ് ട്യൂബിലായിട്ട് സോഡിയം സൾഫേറ്റിന്റെ സൊല്യൂഷനും ബേരിയം ക്ലോറൈഡിന്റെ സൊല്യൂഷനും പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ ഇത് തങ്ങളിൽ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം നമുക്ക് എന്താ ഫോം ചെയ്യേണ്ടത്? AD ആണ് ഫോം ചെയ്യേണ്ടത്. ഇവിടെ Na2SO4 ഉം BaCl2 ആണ്. ഓക്കെ ആണല്ലോ, Na2SO4 ഉം BaCl2. അപ്പം Na2യുടെ Nന്റെ ചാർജ് പോസിറ്റീവ്, SO4നകത്ത് SO4ന്റെ ചാർജ് നെഗറ്റീവ്. ഇതിനകത്ത് ഇതിന്റെ ചാർജ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പം പോസിറ്റീവും നെഗറ്റീവും തങ്ങളിൽ അട്രാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യേണ്ട എന്താണ്? സോഡിയം ക്ലോറൈഡ് അല്ലെ? Naയും Clഉം തങ്ങളിൽ കൂടിച്ചേരണം. സോഡിയം ക്ലോറൈഡ് NaCl പ്ലസ് എന്ത് വരണം? Cb. ഇവിടുത്തെ C ഏതാണ്? B ആണല്ലോ. ഇവിടുത്തെ C എന്ന് പറയുന്നത് B ആണ്. ഫോം ചെയ്യേണ്ട എന്താണ്? ബേരിയം സൾഫേറ്റ് ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ ബേരിയത്തിന്റെ ചാർജ് എന്താണ്? ബേരിയത്തിന്റെ ചാർജ് പോസിറ്റീവ്. അപ്പൊ ഫസ്റ്റ് വരേണ്ട എന്താ? ബേരിയം ആണല്ലോ. BaSO4. ഓക്കെ, BaSO4 ആണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത് ബേരിയം സൾഫേറ്റ്. അപ്പൊ നമ്മൾ എടുത്ത സൊല്യൂഷൻ ഏതൊക്കെയായിരുന്നു? സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും. ഇനി ഇപ്പൊ നമുക്ക് കിട്ടിയത് ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡും ബേരിയം സൾഫേറ്റും ആ കിട്ടിയത്. ഈ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് ആയിട്ട് ആ ടെസ്റ്റ് ട്യൂബിന്റെ ബോട്ടം പോർഷനിൽ അങ്ങനെ സെറ്റിൽ ചെയ്ത് കിടക്കാണ് ചെയ്യുന്നത്. അപ്പം ഈ പ്രസിപ്പിറ്റേറ്റ് എന്നാ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത് പറയുന്നത്? ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഇൻസോല്യൂബിൾ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയും. ഈ പ്രസിപ്പിറ്റേറ്റിനെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡൗൺവേർഡ് ആയിട്ട് ഒരു ആരോ ആണ് എന്ത് ചെയ്യുന്നത്? വരയ്ക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രസിപ്പിറ്റേറ്റ് ഏതാണ്? ബേരിയം സൾഫേറ്റ്. സോഡിയം ക്ലോറൈഡ് അവിടുത്തെ എന്തായിരിക്കണം? സൊല്യൂഷൻ ആയിട്ട് തന്നെ നിൽക്കും. ഇതിന്റെ കളർ എന്താണ്? വൈറ്റ് കളർ തന്നെയാണ് ഈ ബേരിയം സൾഫേറ്റിന്റെ നിറം എന്ന് പറയുന്നത്. പക്ഷെ അത് എന്തല്ല? സോല്യൂബിൾ അല്ല, ഇൻസോല്യൂബിൾ ആയിട്ട് സോളിഡ് സ്റ്റേറ്റിൽ ആ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യും? റിമൈൻ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് എന്തെന്ന് പറയാം? പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയാം. ഇനി ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് എ സോളിഡ് സബ്സ്റ്റൻസ് ഇൻസോല്യൂബിൾ ഇൻ നേച്ചർ. സോളിഡ് സബ്സ്റ്റൻസ് insoluble in nature is formed when two or more substances mixed അല്ലെ? രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസസ് മിക്സ് ചെയ്തപ്പം ഒരു ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് സോളിഡ് സ്റ്റേറ്റിലുള്ളത് ഫോം ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷൻ നമുക്ക് എന്തെന്ന് പറയാം? precipitation reaction എന്ന് പറയാം. such type of reactions are known as precipitation reaction and the substance is known as precipitate. ഓക്കെ, ആ ഇൻസോല്യൂബിൾ ആയിട്ട് ടെസ്റ്റ് ട്യൂബിൽ സെറ്റിൽ ഡൗൺ ചെയ്ത് കിടക്കുന്നതിനെ നമുക്ക് precipitate എന്ന് പറയാം. such type of reactions are known as precipitation reaction. then അപ്പം ഇവിടുത്തെ precipitate ഏതാണ്? ബേരിയം സൾഫേറ്റ് ഈസ് ദ precipitate. ഏത് സ്റ്റേറ്റിലായിരിക്കും? അപ്പം സോളിഡ് സ്റ്റേറ്റിലാണ് സെറ്റിൽ ഡൗൺ ചെയ്ത ടെസ്റ്റ് ട്യൂബിൽ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ precipitate ഏതാണ്? ബേരിയം സൾഫേറ്റ്. കളർ ഏതാണ്? വൈറ്റ് കളർ തന്നെയാണ്. സോ നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പം രണ്ട് കോമ്പൗണ്ട്സിലെ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റിയാക്ഷൻ എന്തെന്ന് പറയാം? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. എക്സ്ചേഞ്ച് ചെയ്യുമ്പം രണ്ട് പുതിയ സബ്സ്റ്റൻസസ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. സോ ദ റിയാക്ഷൻ ഇൻ വിച്ച് ടു കോമ്പൗണ്ട്സ് എക്സ്ചേഞ്ച് ദ അയോൺസ് ടു ഫോം ടു ന്യൂ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ദെൻ ജനറൽ ഇക്വേഷൻ AB plus CD gives AD plus CB. അപ്പം അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ്ഡ് സ്പീഷീസ് ആർ നോൺ ആസ് അയോൺസ്. ഏതൊക്കെ ചാർജ് ഉണ്ട്? പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവിനെ നമ്മൾ എന്തെന്ന് പറയും? കാറ്റയോൺസ് എന്നും നെഗറ്റീവിനെ നമ്മൾ ആനിയോൺസ് എന്നും പറയും. ഒരിക്കലും രണ്ട് സെയിം ചാർജസ് എന്ത് ചെയ്യില്ല? അട്രാക്ട് ചെയ്യില്ല. ദേ റിപ്പൽ ഈച്ച് അതർ ബട്ട് ദ ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് അല്ലെ? ഓപ്പോസിറ്റ് ചാർജുകൾ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സെയിം ചാർജസ് ആണെങ്കിൽ അവർ റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മൾ എടുത്ത സൊല്യൂഷൻ ഒരു ആക്ടിവിറ്റി ആണ്. സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷനും സോഡിയം സൾഫേറ്റിന്റെ സൊല്യൂഷനും ബേരിയം ക്ലോറൈഡിന്റെ സൊല്യൂഷനും നമ്മൾ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സബ്സ്റ്റൻസ് ആ മിക്സ് ചെയ്ത സൊല്യൂഷനിൽ ഇൻസോല്യൂബിൾ ആയിട്ട് സോളിഡ് സ്റ്റേറ്റിൽ ഒരു സബ്സ്റ്റൻസ് വരുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് precipitate. In this reaction, sodium sulfate reacts with barium chloride to form sodium chloride and barium sulfate. Here, barium sulfate is the precipitate and sodium chloride remain as a clear solution in the test tube. Okay.
സോഡിയം ക്ലോറൈഡ് ഒരു ക്ലിയർ സൊല്യൂഷൻ ആയിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും. ബേരിയം സൾഫേറ്റ് ആണ് അവിടുത്തെ പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റിന്റെ സ്റ്റേറ്റ് എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. എന്തല്ല? സോല്യൂബിൾ അല്ല, ഇൻസോല്യൂബിൾ ഇൻ നേച്ചർ ആയിരിക്കും. സോ ഹിയർ ഇൻ ദിസ് റിയാക്ഷൻ ദ precipitate is barium sulfate. The formula of barium sulfate BaSO4. So when two or more substances mix to each other form a solid substance is known as precipitate and the reaction is known as precipitation reaction. ഇപ്പം രണ്ടോ മൂന്നോ സബ്സ്റ്റൻസസ് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് നമുക്ക് ഇൻസോല്യൂബിൾ ആയിട്ട് ഒരു സബ്സ്റ്റൻസ് അവിടെ കിട്ടുന്നെങ്കിൽ ആ റിയാക്ഷൻ നമുക്ക് എന്തെന്ന് പറയാം? precipitation റിയാക്ഷൻ എന്നും ആ ഫോം ചെയ്ത സബ്സ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? precipitate എന്നും പറയാം. ഓക്കെ, ദെൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുമായിട്ട് പേജ് നമ്പർ 12 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? where do you mix lead nitrate with potassium iodide? What are the products and what is the color of the precipitate? Okay, അതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടത്? ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയോഡൈഡും മിക്സ് ചെയ്യുമ്പം ഏതൊക്കെയാണ് ഫോം ചെയ്യുന്നത്? പ്രസിപ്പിറ്റേറ്റിന്റെ നിറം എന്താണ്? പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഇക്വേഷൻ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണോ? ഇസ് ദിസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ഇത്രയും ആയിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് റിയാക്ഷൻ ഒന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് എന്താണ്? ലെഡ് നൈട്രേറ്റ് മിക്സ്ഡ് വിത്ത് പൊട്ടാസ്യം അയോഡൈഡ്. ലെഡ് നൈട്രേറ്റ് മിക്സ്ഡ് വിത്ത് പൊട്ടാസ്യം അയോഡൈഡ്. ദ സെയിം ആക്ടിവിറ്റി വി ഓൾറെഡി നോ ഇൻ ദ ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇതേ ഒരു ആക്ടിവിറ്റി തന്നെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷനിൽ കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലെഡ് നൈട്രേറ്റ് മിക്സ്ഡ് വിത്ത് പൊട്ടാസ്യം അയോഡൈഡ്. സോ ഇതെന്താണ്? AB ആണ്. ഇത് ഇവിടുത്തെ CD. അപ്പൊ നമുക്ക് ഫോം ചെയ്യേണ്ടത് എന്താണ്? AD ആണ് ഫോം ചെയ്യേണ്ടത്. മീൻസ് ലെഡ് എന്തുമായിട്ട് കൂടിച്ചേരണം? അയഡിനുമായിട്ട് കൂടിച്ചേരണം. സോ ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലെഡ് അയോഡൈഡ് PbI2. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലെഡ് അയോഡൈഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? CB ആണ്, പൊട്ടാസ്യം നൈട്രേറ്റ് KNO3. ഓക്കെ, ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളോടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? കളർ ഓഫ് ദി precipitate. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കളർ ഓഫ് ദ precipitate. അപ്പൊ ഈ precipitate കളർ എന്ന് പറയുന്നത് എന്താണ്? യെല്ലോ. ഓക്കെ, യെല്ലോ കളർ ആണ് precipitate-ന്റേത്. ദെൻ നെയിം എന്താണെന്ന്, അതിന്റെ പേരെന്താണ്? ലെഡ് അയോഡൈഡ്. ദ നെയിം ഓഫ് ദ precipitate ഈസ് ലെഡ് അയോഡൈഡ്. Then third question, is this double displacement reaction? ഇത് എന്താണ്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണോ? Yes, this is a double displacement reaction. ഇത് എന്താണ്? ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. Then one more question is there. Balance the equation. അപ്പൊ ഇക്വേഷൻ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അപ്പൊ ബാലൻസ് ചെയ്യുന്ന മെത്തേഡിന്റെ പേര് എന്തായിരുന്നു? ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് അല്ലെ? ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് ആയിരുന്നു നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഏത് സൈഡാണ്? LHS, ഇത് RHS. നമുക്ക് എന്ത് ചെയ്യണം? എലമെന്റ്സിന്റെ എണ്ണം കൗണ്ട് ചെയ്യാം. എന്ത് ചെയ്യുക? രണ്ട് സൈഡും ഈക്വൽ ആക്കി കൊടുക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? ലെഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പിന്നെ അത് കൂടാണ്ട് പൊട്ടാസ്യം അയോഡിൻ. ഇത്രയും എണ്ണമാണ് നമുക്ക് എന്തുള്ളത്? എലമെന്റ്സ് എന്ന് പറയാനായിട്ട് ഉള്ളത്. ഇനി നോക്കാം, റിയാക്ടന്റ് സൈഡിൽ എത്ര അയോഡിൻ ഉണ്ട്? ഒരൊറ്റ അയോഡിനേ ഉള്ളൂ അല്ലെ? പ്രോഡക്റ്റ് സൈഡിൽ എത്ര അയോഡിനാ? ഒരു അയോഡിനേ ഉള്ളൂ. ദെൻ റിയാക്ടന്റ് സൈഡിൽ എത്ര നൈട്രജൻ ഉണ്ട്? 2. റിയാക്ടന്റ് സൈഡിൽ എത്ര നൈട്രജൻ ഉണ്ട്? 2. പ്രോഡക്റ്റ് സൈഡിൽ എത്ര നൈട്രജനേ ഉള്ളൂ? ഒരു നൈട്രജനേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 3 × 2 ആയപ്പോ എത്ര ആയി? 6. ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ 6, പക്ഷെ പ്രോഡക്റ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ? 3 എണ്ണവേ ഉള്ളൂ. ദെൻ എന്ന് പറയുന്നത് പൊട്ടാസ്യം റിയാക്ടന്റ് സൈഡിൽ 1, പ്രോഡക്റ്റ് സൈഡിലും എത്ര തന്നെയാണ്? 1. റിയാക്ടന്റ് സൈഡിൽ 1, പ്രോഡക്റ്റ് സൈഡിൽ 1. ഇനി നമുക്ക് അയഡിനും കൂടെ ഒന്ന് നോക്കാം. അയഡിൻ എത്ര എണ്ണം ഉണ്ട്? റിയാക്ടന്റ് സൈഡിൽ 1, പ്രോഡക്റ്റ് സൈഡിൽ 2. അപ്പൊ നമുക്ക് ഏതൊക്കെ ബാലൻസ് ചെയ്യാനുണ്ട്? ലെഡ് രണ്ട് സൈഡിലും എന്താ? ബാലൻസ്ഡ് ആണ് അല്ലെ? ലെഡ് ഓൾറെഡി ബാലൻസ്ഡ് ആയിട്ട് ഒരു ഫോമിൽ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇനി നൈട്രജൻ നോക്കാന്ന് കരുതാം. റിയാക്ടന്റ് സൈഡിൽ 6 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ. സോറി, നൈട്രജൻ റിയാക്ടന്റ് സൈഡിൽ എത്ര എണ്ണം ഉണ്ട്? 2, പ്രോഡക്റ്റ് സൈഡിൽ 1 ഉള്ളൂ. അപ്പം 1നെ 2 ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അപ്പം 1. ഇതിനെ നമുക്ക് എത്ര ആക്കി മാറ്റണം? 2 ആക്കി മാറ്റണം. അപ്പം 1 × 2 എത്ര ആയി മാറി? 2 ആയിട്ട് മാറി. നമ്മൾ എവിടെ കൊടുക്കുക? റിയാക്ടന്റ് സൈഡിലെ നൈട്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് സൈഡിൽ എത്ര കൊടുത്തു? 2 എന്ന് കൊടുത്തു. ഇപ്പൊ നൈട്രജൻ എത്ര ആയി? 2 നൈട്രജൻ ആയി. അപ്പം
റിയാക്ടൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ആര് ബാലൻസ് ആയി? നൈട്രജൻ ബാലൻസ് ആയിട്ടുണ്ട്. ഇനി നോക്കുക, ഇവിടെ പൊട്ടാസ്യം ഇപ്പൊ എത്രയായി? 2. പ്രോഡക്റ്റ് സൈഡിൽ പൊട്ടാസ്യം 2 ആയിട്ട് മാറി. പക്ഷേ റിയാക്ടൻറ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പം ഈ 1നെ നമുക്ക് എത്ര ആക്കി മാറ്റണം? 2 ആക്കി മാറ്റണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? റിയാക്ടൻറ്റ് സൈഡിൽ 1 കൊണ്ടാണോ 2 കൊണ്ടാണോ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയായി മാറി? 2 ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ ഇവിടെ എത്ര ഇട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കാം അല്ലെ? ഇനി നമുക്കൊന്ന് നോക്കാം എത്ര റിയാക്ടന്റ്. ഇപ്പം ലെഡ് 1 1 ഓക്കെ ആണല്ലോ. ലെഡ് 1 1. ഓക്കെ, ലെഡ് റിയാക്ടന്റ് സൈഡില് ഇപ്പൊ ബാലൻസ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് ലെഡ് റിയാക്ടന്റ് സൈഡിൽ 1, പ്രോഡക്റ്റ് സൈഡിൽ 1. ദെൻ രണ്ടാമത് പറയുന്നത് നൈട്രജൻ റിയാക്ടന്റ് സൈഡില് 2. ഇവിടെയും എത്രയാണ്? 2 × 1 2. നൈട്രജനും 2. ദെൻ അടുത്ത നോക്കുന്നത് ഓക്സിജൻ ആണ് കേട്ടോ. അപ്പം 3 × 2 എത്രയായി? 6. ഓക്സിജൻ റിയാക്ടന്റ് സൈഡില് 6. നമ്മളിവിടെ ഇപ്പൊ എത്ര ഇട്ട് കൊടുത്തായിരുന്നു? ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പം ഈ 2 × എത്ര ചെയ്യണം? 3. അപ്പൊ എത്ര ഓക്സിജൻ ആയി? 6. ഇനി അടുത്ത നോക്കുന്നത് പൊട്ടാസ്യം. ഓക്കെ, പൊട്ടാസ്യം റിയാക്ടന്റ് സൈഡ് നമ്മൾ 2 ഇട്ട് കൊടുത്തതിന് ശേഷം എത്ര ഉണ്ട്? 2. ഇവിടെയും നമ്മൾ ഈ 2 ഇട്ട് കൊടുത്തു. അപ്പൊ എത്രയായി? 2. ദെൻ അടുത്തത് അയഡിൻ റിയാക്ടന്റ് സൈഡിൽ 2 ഇട്ട് കൊടുത്താൽ 2 × 1 ചെയ്യുമ്പോൾ എത്രയായി? അയഡിൻ റിയാക്ടന്റ് സൈഡിൽ 2. ഇവിടെ ഓൾറെഡി അയഡിൻ എത്ര ഉണ്ടായിരുന്നു? 2. ഇനി നമ്മൾ ഏതെങ്കിലും പറയാനുണ്ടോ? എല്ലാ എലമെന്റ്സും ബാലൻസ്ഡ് ആയിട്ടില്ലേ? റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഇക്വേഷൻ എന്തായിട്ടുണ്ട്? ബാലൻസ്ഡ് ആയിട്ടുണ്ട്. സോ അവർ ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ മീൻസ് എന്തായിരുന്നു? 2 കോമ്പൗണ്ട്സ് അവരുടെ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്ത് 2 പുതിയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? AB + CD gives AD + CB. സോ യു നീഡ് ടു ബൈ ഹാർട്ട് ദ ജനറൽ ഇക്വേഷൻ. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജനറൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ ആ തരുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് ഇക്വേഷനകത്തെ പ്രോഡക്ട്സ് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇച്ചിരി വലിയൊരു ടോപ്പിക് ആയിരുന്നു, കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്